അവിടെ ക്ഷേത്രം നാടിന് സമർപ്പിച്ചിരിക്കുന്നു. അതിന്റെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും. അപ്പോഴേക്ക് നമുക്കതിൽ തിരിച്ചെത്താം. ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ ഇപ്പോൾ ഇന്നലെ അഹ്ലാദ് മോദി അതിൽ പ്രവാസി സമൂഹത്തിനെ ആവേശക്കൊടുമുടിയിൽ എത്തിക്കുന്ന തരത്തിലുള്ള പ്രസംഗമാണ് പ്രധാനമന്ത്രി നടത്തിയത്. ആ സ്വീകരണം അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഊഷ്മളമായ സ്വീകരണം ലഭിച്ചു. ഇതിപ്പോൾ അവിടെ ഒരു ക്ഷേത്രം എന്ന 1997 മുതൽ ഉള്ള സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതിന് ശിലയിടുന്നത് പോലും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വരുന്നു. ആദ്യ UAE സന്ദർശനത്തിൽ അതിനുള്ള സ്ഥലം അനുവദിക്കപ്പെടുന്നു. അങ്ങനെയുള്ള നീക്കമാണ്. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. അപ്പോൾ ചില അജണ്ടകൾ ഉൾക്കൊള്ളുന്ന ചില ലക്ഷ്യങ്ങളോടുകൂടിയുള്ള 2 ദിവസത്തെ സന്ദർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇത് അടയാളപ്പെടുത്തുക അദ്ദേഹത്തിന്റെ ഈ തവണത്തെ 2 ദിവസത്തെ സന്ദർശനം? രേണുക, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ UAE സന്ദർശനവും നാളെ നടക്കേണ്ട ഖത്തർ സന്ദർശനവും എല്ലാം തന്നെ യഥാർത്ഥത്തിൽ വളരെ വലിയ ഒരു ലോകശ്രദ്ധ തന്നെയാണ് ആകർഷിച്ചിരിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം വെസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രം അബുദാബിയുടെ മണ്ണിൽ ഉയരുകയാണ്. അതിൻ്റെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അതിൻ്റെ പ്രാണപ്രതിഷ്ഠ രാവിലെ കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ സമർപ്പണ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ശ്രീ നരേന്ദ്രമോദി അവിടെ കൂടിയിരിക്കുന്ന പ്രവാസ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. UAEയുടെ ഭരണാധികാരി ഷെയ്ഖ് അൽ നഹ്യാന്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഇതിനെ കാണേണ്ടത് ഒരു മതമൈത്രിയുടെയും സദ്ഭാവനയുടെയും എല്ലാം ഒരു ചിഹ്നമായി കാണേണ്ടതുണ്ട്. ഇവിടെ ക്ഷേത്രമെന്ന് പറയുന്നത് ചിലരെ സംബന്ധിച്ചിടത്തോളം ആർക്കിടെക്ചറൽ വണ്ടറാണ്. യഥാർത്ഥത്തിൽ പ്രതീകാത്മകമായ ഒരു കാര്യം കൂടിയാണ് അബുദാബിയിലെ ഹൈന്ദവ ക്ഷേത്രം. 7 ഗോപുരങ്ങൾ, 7 പ്രതിഷ്ഠകൾ. ഈ 7 ഗോപുരങ്ങൾ 7 എമിറേറ്റുകളെ സൂചിപ്പിക്കുന്നതാണ്. 7 ഗോപുരങ്ങൾ വളരെ വിഖ്യാതമായ ഒരു ശൈലിയിലാണ് ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം. സാൻഡ്സ്റ്റോണുകൾ അല്ലെങ്കിൽ പിങ്ക് നിറമുള്ള സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ച് നടത്തിയ നിർമ്മാണം, പരമാവധി ഇരുമ്പിൻ്റെയും ചെമ്പിൻ്റെയും മറ്റ് ലോഹങ്ങളുടെയും ഉപയോഗം ഒഴിവാക്കിക്കൊണ്ട് വളരെ കലാപരമായി ശില്പചാരുതയോടെ നിർമ്മിച്ച ഈ കൽക്ഷേത്രം തീർച്ചയായും ഒരു ആർക്കിടെക്ചറൽ വിസ്മയം എന്ന് വേണമെങ്കിൽ കാണാവുന്നതേ ഉള്ളൂ. അത് ആർക്കിടെക്ചറൽ കുതുകികൾക്ക്. അതേസമയം തന്നെ വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാസി സമൂഹത്തിൻ്റെ ഒരു വലിയ അഭിലാഷമായിരുന്നു അവരുടെ ഒരു വിശ്വാസ ദേവാലയം അവിടെ ഉയരുക എന്നത്. ആ ഒരു ക്ഷേത്രം ഇവിടെ ഉയരുന്നതിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കാരണഭൂതനായി എന്ന് വേണമെങ്കിൽ പറയാൻ. കാരണം 2015 അദ്ദേഹം പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തതിന് ശേഷം നടത്തിയ ആദ്യ UAE സന്ദർശന വേളയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഭരണാധികാരി, UAEയുടെ ഭരണാധികാരികൾ നൽകിയ ഭൂമി, അത് ഇസ്ലാമിക ഭരണാധികാരി ഹൈന്ദവ ദേവാലയത്തിനായി നൽകിയ ഭൂമിയിൽ അതിൻ്റെ ആർക്കിടെക്റ്റായി പ്രവർത്തിച്ചത് ഒരു ബുദ്ധിസ്റ്റ് ഒരാളാണ്. അതുമാത്രമല്ല അതിൻ്റെ ഡിസൈനിങ് രംഗം, അതിൻ്റെ ബോർഡിലെ അംഗങ്ങൾ ഇതെല്ലാം തന്നെ ജൈനമതം, ബുദ്ധമതം, ക്രിസ്തുമതം എല്ലാ മതവിഭാഗത്തിൻ്റെയും ആളുകൾ ഉൾപ്പെടുന്ന ഒരു നിർമ്മാണ പ്രക്രിയയാണ് ഇവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു എക്യുമെനിക്കൽ കാഴ്ചപ്പാടിൽ കാണാൻ സാധിക്കും. ഹൈന്ദവരുടെ ദേവാലയം എന്നതിന് ഉപരിയായി തീർച്ചയായും UAEയുടെ മണ്ണിൽ അത് ഉയരുമ്പോൾ വളരെ കൗതുകകരമായ ഒരു ചിത്രം, ഒരു സമഭാവനയുടെ ചിത്രം അവിടെ ഉരുത്തിരിഞ്ഞു വരുന്നു. മോദി അതിൻ്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു യജമാൻ എന്ന നിലയിൽ, രാമക്ഷേത്രത്തിൽ യജമാനൻ എന്ന നിലയിൽ കാര്യങ്ങൾ നടത്തിയപ്പോൾ അവിടെ പ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതാ സമർപ്പണ ചടങ്ങിൽ മുഖ്യ അതിഥിയായി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ശ്രീ നരേന്ദ്രമോദി സംസാരിക്കുന്നു. ആ ക്ഷേത്രമെല്ലാം കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം ആ ക്ഷേത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നടന്നു കാണുകയും 7 പ്രതിഷ്ഠകളുണ്ട്, അതിൻ്റെ എല്ലാം പ്രദർശനം വയ്ക്കുകയും ക്ഷേത്രത്തിന് പ്രദർശനം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങൾ നമ്മൾ ലൈവായി കാണുകയുണ്ടായി. അപ്പം ഇതെല്ലാം ഉയർത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യ അറ്റാച്ചസ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ടു UAE ആൻഡ് വൈസ് വേഴ്സ. ഇന്ത്യയുടെ 3ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് UAE എന്ന് ഓർക്കണം. 80 ബില്യൺ ട്രേഡ് ആണ്, ബൈലാറ്ററൽ ഉഭയകക്ഷി വ്യാപാരം ഇന്ത്യയും UAEയും തമ്മിലുള്ളത് 80 കോടിയാണ്. അത് മാത്രമല്ല ഇന്ത്യയുടെ ജനസംഖ്യ, ഇന്ത്യയുടെ ജനങ്ങളുടെ 35 ലക്ഷം ഭാരത പൗരന്മാർ UAEയിൽ പ്രവാസികളായി കഴിയുന്നു.
അവർ അയക്കുന്ന ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ്. അത് കേരളത്തിന് സമ്പദ് വ്യവസ്ഥയെ പ്രത്യേകിച്ചും താങ്ങി നിർത്തുന്നതിൽ UAE-യിൽ നിന്ന് ഉൾപ്പെടെ വരുന്ന വലിയ തോതിലുള്ള വിദേശ നാണ്യം വലിയ സംഭാവനയാണ് നൽകുന്നത് എന്നത് നമ്മൾ മറന്നുകൂടാ. അതുകൊണ്ട് UAE എന്ന രാജ്യം ഇന്ത്യയുടെ സ്ട്രാറ്റജിക് കൺസിഡറേഷനിൽ വളരെ വലിയ സ്ഥാനമാണ് വഹിക്കുന്നത് എന്നത് നമുക്ക് ഈ തരുണത്തിൽ ഓർക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല UAE-യുടെ തന്ത്രപ്രധാനമായ സ്ഥാനം അത് വളരെ വലുതാണ്. കാരണം ജിയോഗ്രാഫിക്കലി ഇന്ത്യ യൂറോപ്പ് ട്രേഡ് കോറിഡോർ ഈ വാണിജ്യ ഇടനാഴി പ്രഖ്യാപിക്കുന്നത് G20 സമ്മേളനം കഴിഞ്ഞ വർഷം G20 സമ്മേളനത്തിൽ വെച്ച് കോൺസെപ്ച്വലൈസ് ചെയ്ത ആ ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള വാണിജ്യ ഇടനാഴിയിലെ ഒരു നിർണായക കണ്ണിയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അത് മാത്രമല്ല അതിനോടൊപ്പമുള്ള മറ്റ് രാജ്യങ്ങൾ ജോർദനും ഇസ്രയേലും സൗദി അറേബ്യയും എല്ലാം ചേരുന്ന ആ കോറിഡോറിലൂടെ വേണം ഈ നമ്മുടെ ഗുഡ്സ് ആൻഡ് കമോഡിറ്റീസ് യൂറോപ്യൻ വിപണികളിലും തിരിച്ചും എത്തേണ്ടത്. അതുകൊണ്ട് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് ബദലായി പഴയകാല സ്പൈസ് റൂട്ട് സുഗന്ധ പാത പുനരുജ്ജീവിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അമേരിക്കയുടെയും യൂറോപ്യൻ സമൂഹത്തിൻ്റെയും ഗൾഫ് രാജ്യങ്ങളുടെയും പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളുടെയും എല്ലാം കൂടി ചിന്തയുടെ ഫലമായി ഉണ്ടായ ഈ പദ്ധതിയുടെ നിർണായക കണ്ണി എന്ന നിലയിൽ UAE-ക്ക് വളരെ വലിയ പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ടായിരിക്കാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ 7ാം സന്ദർശനമാണ് 2015 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ 7 സന്ദർശനമാണ്. കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ തന്നെ നടക്കുന്ന 3ാമത്തെ സന്ദർശനമാണ് നരേന്ദ്രമോദിയുടെ സന്ദർശനമാണ് UAE-യിൽ നടക്കുന്നത്. അതുകൊണ്ട് പരസ്പരം ഈ രണ്ട് രാജ്യങ്ങൾ നൽകുന്ന പ്രാധാന്യം നമ്മൾ കാണാതെ പോകരുത്. അത് മാത്രമല്ല പ്രവാസികളുടെ വലിയ ആഗ്രഹമായിരുന്നു അവരുടെ പേയ്മെൻറ്റ് സിസ്റ്റം, അവരുടെ ട്രാൻസാക്ഷൻസ്, അവരുടെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് കുറച്ചുകൂടി കാര്യക്ഷമമാക്കുക. നമ്മുടെ UPI സംവിധാനം ഇപ്പോൾ UAE-യിൽ വാലിഡായി വന്നിരിക്കുന്നു. റൂപേ കാർഡുകൾ, ഡെബിറ്റ് കാർഡുകൾ അവിടെ അംഗീകരിക്കപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും UAE-യുടെ സെൻട്രൽ ബാങ്കും തമ്മിൽ ധാരണയിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട വിനിമയങ്ങൾ നടക്കുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹകരമായ ഒരു കാര്യമായി അതിനെ വേണമെങ്കിൽ കാണാം. അതുമാത്രമല്ല ശാസ്ത്ര സാങ്കേതിക രംഗത്തെ സഹകരണവും ഡിഫൻസ് മേഖലയിൽ ഉൾപ്പെടെയുള്ള സ്വാഭാവികമായ സഹകരണങ്ങളും എല്ലാം തന്നെ ഈ സന്ദർശനത്തിന് മറ്റൊരു മാനം നൽകുന്നു. പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകരണവും അതിനുശേഷം നടക്കുന്ന ഡെഡിക്കേഷൻ സെറമണിയും ആണെങ്കിൽ പോലും ഇതിൻ്റെ സൈഡ് ലൈനിൽ നടന്ന ഉച്ചകോടി വളരെ പ്രധാനമാണ്. 25 രാജ്യങ്ങൾ കടന്നു വരുന്ന ഒരു ഗവൺമെന്റൽ ഉച്ചകോടി, ഇന്റർ ഗവൺമെന്റൽ ഉച്ചകോടിയാണ്. ആ ഉച്ചകോടിക്ക് ആതിഥ്യം അരളിയത് UAE ആണെന്ന് തോന്നാമെങ്കിലും അവിടെ ഭാരതത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് 2-3 രാജ്യങ്ങളുടെയും കൂടെ ആതിഥ്യത്തിലാണ്, ടർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ആതിഥ്യം ആണ് അവിടെ ഉണ്ടായത് എന്നുകൂടി ഓർക്കണം. അവിടെ എടുക്കുന്ന നിർണായകമായ തീരുമാനങ്ങൾ തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ച ആ സാമ്പത്തിക ഇടനാഴിയുടെ സുഗമമായ പ്രവർത്തനത്തിന് കാരണമായി തീരും എന്നുകൂടി പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് എങ്ങനെ നോക്കിയാലും വളരെ വലിയ നിർണായകമായ ഒരു നീക്കമായി ശ്രീ നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ ഈ ഗൾഫ് മേഖല, പേർഷ്യൻ ഗൾഫ് മേഖല സന്ദർശനത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. തീർച്ചയായും നമുക്കൊപ്പം ഇപ്പോൾ ശ്രീ